ഇനി നമ്മൾ പോവുകയാണ് നമ്മളുടെ മറ്റൊരു സെഗ്മെന്റിലേക്ക്, സായന സവാരിയിലേക്ക്. നമുക്ക് വൈകുന്നേരം അസ്തമന സൂര്യനെ കണ്ടുകൊണ്ടൊരു ചായയൊക്കെ കുടിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ ആ സായാഹ്നം വളരെ സമ്പന്നമായി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് കൊച്ചിയിലെ ഒരു കാഴ്ചയിലേക്കാണ്. കൊച്ചിയിലെ ഗവിയിലേക്കാണ് ഡാനി ഇപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ കായൽക്കാറ്റേറ്റ് ഒപ്പം അസ്തമയ സൂര്യനെ കണ്ടുകൊണ്ട് കട്ടൻ ചായയും മീൻ വിഭവങ്ങളും കഴിക്കാം എന്നതാണ് ഡാനി ഇപ്പോൾ പറയുന്നത്. പോയി നോക്കാം. കൊച്ചിയുടെ സുന്ദരമായ കാഴ്ചകൾ ഒരു പുതിയിടം അടയാളപ്പെടുത്തുകയാണ് ഈ കണ്ടെയ്നർ റോഡ്. നല്ല സുന്ദരമായ പുതിയ ആ റോഡ്. ഈ റോഡ് അതിര് പങ്കിടുന്നത് അതിനേക്കാൾ മനോഹരമായ ഒരിടമാണ്. ഇതാ കൊച്ചിയുടെ കായൽ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടങ്ങൾ ആയിട്ട് ഇത് കാണുന്നു. കണ്ടെയ്നർ റോഡിൽ ഇവിടെ ഈ വൈപ്പിൻ, വലാർപാടം, മുളവുകാട് ആ ദ്വീപുകളെ എല്ലാം തന്നെ കാണിച്ചു തരുന്ന അതിൻ്റെ ഒരു കായൽ കാഴ്ചകളുടെ സൗന്ദര്യവും ചീനവലകളും ഇതെല്ലാം തന്നെ കാഴ്ച തരുന്ന ഇടമാണ്. ഇവിടെ നിത്യേന എന്നോണം നിരവധി സന്ദർശകർ എത്തുന്നു. അവിടെ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് ഇരിക്കാൻ പറ്റുന്ന രസികൻ ഒരു സ്ഥലം. ഇത് ഗവി എന്ന് പറയുന്ന ഒരു പുതിയ റെസ്റ്റോറൻറ്റും ചായക്കട എല്ലാം അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരിടമാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത, എന്തുകൊണ്ട് ആളുകൾ ഇവിടം തിരഞ്ഞെടുക്കുന്നു എന്നത് നമുക്ക് നോക്കാം. ഈ ഗവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രസികൻ ഭക്ഷണം ആണ്. ഇവിടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു കാളാഞ്ചി ബിരിയാണി, കപ്പ ബിരിയാണി, അങ്ങനെ പലതരം ബിരിയാണികൾ. കൊച്ചിയുടെ ഒരു സ്വതസിദ്ധമായ ഒരു രുചി എന്നെല്ലാം പറയുമ്പോൾ മീൻ രുചികൾ, പ്രത്യേകിച്ച് കായലിനോട് അടുത്ത് കിടക്കുന്നു. ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. ഇത് ഈ കായലിലെ 2 വഞ്ചികളുടെ ഒരു മാതൃകയിൽ വെള്ളത്തിന് അകത്ത് സ്ഥിതി ചെയ്യുന്ന രീതിയിലുള്ളതാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് രുചിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഈ അസ്തമയ സൂര്യൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ നുകർന്നിരിക്കാൻ പറ്റുന്ന ഒരിടമാണിത്. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്ക്, അതിൻ്റെ കിച്ചണിലേക്കൊക്കെ വരുമ്പോൾ നല്ല രുചികരമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നവർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണ്, മീൻ രുചികളാണോ? അതെ അതെ, മീൻ രുചികളാണ്. കൊച്ചിയുടെ ഒരു പ്രത്യേകത ഈ കായലൊക്കെ ചേർന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. ഇവിടെ കായൽ മറ്റേ കാളാഞ്ചി ഉണ്ട്, കരിമീനുണ്ട്, വിലോപ്പി ഉണ്ട്, പിന്നെ പ്രോൺസ് ഉണ്ട്, കൂന്തൽ, അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ചേച്ചി പറഞ്ഞതുപോലെ ഇത്തരം രുചികളാണ് കൂടുതലായിട്ടും ആളുകൾക്ക് ഇഷ്ടമാകുന്നത്. കൊച്ചിയിലേക്ക് എത്തുന്നവർക്ക് കൂടുതലും അതിൻ്റെ ഒരു തനത് രുചി, അത്തരം ശീലങ്ങൾ തേടിക്കൊണ്ട് വരുന്നവർ തന്നെയാണ് കൂടുതലും. മീൻ വിഭവങ്ങളും അത്തരം കാര്യങ്ങളും എല്ലാമാണ് കൂടുതലായിട്ടും തരുന്നത്. ഏതായാലും രുചി വളരെ പ്രത്യേകതയുള്ളത് തന്നെയാണ്. രുചി കൊണ്ട് തന്നെയാണ് നമ്മൾ പലരും പലയിടങ്ങളിലേക്കും യാത്ര പോകുന്നതും എല്ലാം തന്നെയും. കൊച്ചിയിൽ നിന്നുള്ളവരുണ്ട്, അതേപോലെ തന്നെ വിദേശികൾ വരാറുണ്ട്, പിന്നെ കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരാറുണ്ട്. എല്ലാവരും നല്ല ഫീഡ്ബാക്ക് പറയുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ സൺസെറ്റ് ആണ് കാണാനുള്ളത്. ആക്ച്വലി നല്ല ആംബിയൻസ് ആണ്. ഞങ്ങൾ പലവട്ടം ഇതുവഴി പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ ഒന്ന് കയറിയതാണ്, എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. നല്ല ആംബിയൻസ് ആണ്, സൺസെറ്റ് ഉണ്ട്, വൈകിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പേസ്. നമുക്കിപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. നമുക്ക് വേണ്ട വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സൂപ്പറാണ്, നൈസാണ്, നൈസാണ് വേണ്ടത്. അതാണ് നമ്മൾ ഈ കട ചൂസ് ചെയ്തിട്ടുള്ളത്. കൊച്ചിയുടെ കായൽ കാഴ്ചകൾ എന്നും എല്ലാവരെയും തന്നെ ഒരേപോലെ മോഹിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ രുചിയും കൂടെ ആകുമ്പോൾ അതൊന്ന് വേറെ നിൽക്കും. അങ്ങനെ ഇതും അതുപോലെ തന്നെ അത്തരം ഒരു ഹിറ്റ് ചാർട്ടുകളിലേക്ക് ഇടം നേടുകയാണ്. രുചി അന്വേഷിച്ച് നല്ല കാഴ്ചകൾ അന്വേഷിച്ച് എത്തുന്നവരുടെ എണ്ണവും കൂടുതലാണ്. മറ്റൊരു ദിവസത്തെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.
തീർച്ചയായും പൊളി വൈബായിരുന്നു. എന്തായാലും സായാഹ്നം ആഘോഷിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ചെലവഴിക്കാൻ പറ്റിയ ഒരു നല്ല ഇടമാണ് ഡാനി പോൾ നമുക്ക് ചൂണ്ടിക്കാട്ടിയത്. കൊച്ചിക്കാർക്ക് മാത്രമല്ല, കൊച്ചിയിലെത്തുന്ന ആർക്കും ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ